നമസ്കാരം. 1964 മാർച്ച് 13 അന്ന് പുലർച്ചെ 2:30 ന്യൂയോർക്കിലെ പ്രസിദ്ധമായ ക്വീൻസ് എന്ന പ്രദേശത്ത് ഓസ്റ്റിൻ സ്ട്രീറ്റിൽ കിറ്റി എന്നുകൂടി വിളിപ്പേരുള്ള കാതറീൻ സൂസൻ ജെനുവീസ് എന്ന ഒരു 28കാരി മാൻഹാറ്റൻ സ്വദേശിയായ വിൻസ്റ്റൺ മോസ്ലി എന്ന 29കാരനാൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തു വെച്ച് അതിദാരുണമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. ഈ നിഷ്ഠുരമായ സംഭവം കൂടുതൽ നിഷ്ഠുരതരമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സംഭവം ഏതാണ്ട് 38 പേർ, ആ അപ്പാർട്ട്മെൻറ്റിലെ നിവാസികളായ ഏതാണ്ട് 38 പേർ തങ്ങളുടെ വീട്ടിലെ ജനാലയിലൂടെ വീക്ഷിച്ചു വന്നു. അവരിൽ ഒരാൾ പോലും താഴെ ഇറങ്ങി വരികയോ ആ അക്രമിയെ ചോദ്യം ചെയ്യുകയോ ആ യുവതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് എന്ന പ്രമുഖമായ പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായും അമേരിക്കയിൽ ഈ റിപ്പോർട്ടിനെ ചൊല്ലി വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടായി. വൻ കോളിളക്കം സൃഷ്ടിച്ചു ഈ റിപ്പോർട്ട്. നമുക്കതിലേക്ക് വഴിയേ വരാം. ഈ ദൃക്സാക്ഷികളിൽ ആരെങ്കിലും സമയോചിതമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഒറ്റയ്ക്കായിരുന്ന അക്രമി പിൻവാങ്ങി കാണുമെന്നും കിറ്റി ജെനുവീസ് എന്ന യുവതി ജീവനോടെ ഉണ്ടായിരിക്കുമെന്നും വിലയിരുത്തപ്പെടും. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ്, ഈ ദുർഗതി ഇനി മേലാൽ ആർക്കും സംഭവിച്ചുകൂടാ എന്ന ഉദ്ദേശത്തോടെയാണ് നാം എല്ലാ കൊല്ലവും മാർച്ച് 13 നല്ല ശമരിയാക്കാരൻ്റെ ദിനമായി ആചരിച്ചു വരുന്നത്. നല്ല ശമരിയാക്കാരൻ്റെ ദിനം. നമുക്കറിയാം ആ പ്രയോഗം എവിടെ നിന്നാണ് കൈക്കൊണ്ടത് എന്ന്. അതെ, ബൈബിളിലെ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ ആഖ്യാനം ചെയ്യുന്ന നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എന്ന അധ്യായത്തിൽ നിന്നാണ്. ഈ ദൃഷ്ടാന്ത കഥ, ബൈബിളിലെ വിവരിക്കുന്ന ഈ ദൃഷ്ടാന്ത കഥ പ്രൊഫസർ PC ദേവസ്യ സാർ സാധോഹോ സമരീയസ്യ ദൃഷ്ടാന്തഃ എന്ന പേരിൽ തൻ്റെ ക്രിസ്തുഭാഗവത മഹാകാവ്യത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രസ്തുത സർഗമാണ് 21ാമത്തെ സർഗത്തിലാണ് ഇത് അന്തർഭവിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുക. ഗുഡ്നസ് TVയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തുഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. പ്രൊഫസർ PC ദേവസ്യ സാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും സംസ്കൃത അഭിമാനിയും സംസ്കൃത ഭാഷാ സ്നേഹിയും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ നമുക്കൊപ്പമുണ്ട്. ഗവേഷണ വിദ്യാർത്ഥിയായ കാവ്യ വിനോദനെ ഹാർദമായി ഈ എപ്പിസോഡിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അച്ഛാ, നമ്മൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മൾ ഈ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ, അതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. തൽസംബന്ധിയായ ഒരു സംഭവകഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. അല്പം കൂടി അതൊന്ന് പറയാമെന്ന് തോന്നുന്നു. അതായത് ഇതിനെ തുടർന്ന് ഇപ്പോൾ ഈ ദാരുണമായ സംഭവത്തെ തുടർന്ന് ഈ ജെനുവീസ് സിൻഡ്രോം എന്നുകൂടി അറിയപ്പെടുന്ന ഈ ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്നൊരു മനഃശാസ്ത്രപരമായ ഒരു പ്രതിഭാസം രൂപം കൊള്ളുന്നത് ഇതോടുകൂടിയാണ് അത്രേ. അതായത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിന് ഈ ദൃക്സാക്ഷികളുടെ എണ്ണം എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് ആ കൃത്യം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത് എന്നാണ് അത്ര ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഏതാനും ദൃക്സാക്ഷികളെ ഉള്ളുവെങ്കിൽ ഒരു ദാരുണമായ സംഭവം നടക്കുകയാണ്, ഏതാനും പേരെ അത് കാണുന്നുള്ളുവെങ്കിൽ അവിടെ ആ കൃത്യം, ആ ദുഷ്കൃത്യം, ആ കുറ്റകൃത്യം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുകയുമാണ് അത്രേ. ഈ ഒരു പ്രതിഭാസം അതാണ് അത്രേ വെളിവാക്കുന്നത്. അത് ഈ സംഭവത്തോടു കൂടിയാണ് ഈ പ്രതിഭാസം രൂപം കൊണ്ടത്. അതായത് ആരെങ്കിലുമൊക്കെ ഇടപെട്ടുകൊള്ളുമെന്ന് കരുതി ഓരോരുത്തരും മാറി നിൽക്കും എന്ന് സാരം. അപ്പോൾ ഈ സംഭവം വിദ്യാർത്ഥികളുടെ സൈക്കോളജി പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചു. ഈ സംഭവത്തെ ആധാരപ്പെടുത്തി ഒട്ടേറെ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടു, ഏതാനും സിനിമകൾ നിർമ്മിക്കപ്പെട്ടു, ഒട്ടേറെ നോവലുകൾ രചിക്കപ്പെട്ടു, TV ഷോകൾ സംഘടിപ്പിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയാണല്ലോ വെച്ച. അതായത് ഒരു ദാരുണമായ സംഭവം നടക്കുമ്പോൾ എല്ലായിടത്തും അത് വിറ്റു കാശാക്കാൻ നോക്കുന്നവർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇക്കാലത്ത് അവരുടെ എണ്ണം ഏറി വരികയുമാണല്ലോ. ഈ സംഭവത്തിന് ഒരു കലാരൂപം പ്രദാനം ചെയ്ത ഇവരിൽ ആരെങ്കിലും സമാനമായ ഒരു കുറ്റകൃത്യത്തിന് സാക്ഷികളായാൽ അവർ പാഞ്ഞു ചെന്ന് സഹായിക്കുമോ അതോ തങ്ങളുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് ഉൾവലിയുമോ എന്നത് കണ്ടറിയേണ്ടതാണ് കേട്ടോ. അതെന്തും ആവട്ടെ, ഈ ദാരുണമായ സംഭവം കൊണ്ട് കുറേ നല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അതിനെക്കുറിച്ച് കൂടി പറയാം. അത് ഗുഡ് സമാരിറ്റൻ ലോ, നല്ല ശമരിയാക്കാരൻ്റെ നിയമം അമേരിക്കയിലും മറ്റും പാസ്സായത് ഈ സംഭവത്തോടു കൂടിയാണ്. അതായത് അക്രമത്തിനും അപകടത്തിനും മറ്റും ഇരയായി കിടക്കുന്ന ആളുകളുടെ സഹായത്തിനെത്തുന്ന സുമനസ്സുകളെ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാവശ്യമായ ചോദ്യം ചെയ്യലിൽ നിന്നും നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്നും മറ്റും സംരക്ഷിച്ചെടുക്കുന്നതും ഇത്തരം പരോപകാര പ്രവൃത്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു നിയമമാണത്. അത് ഇന്ത്യയിലും അത് പാസ്സായിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം 9/11 പദ്ധതിക്ക് അമേരിക്ക രൂപം കൊടുത്തു എന്നതാണ്. അതായത് ഒരു അക്രമ സംഭവം നടക്കുമ്പോൾ ദൃക്സാക്ഷികൾക്കോ ഇരയ്ക്കു തന്നെയോ 911 എന്ന നമ്പറിൽ വിളിച്ചാൽ നിയമസഹായം വെളിപ്പുറത്താണ്. മറ്റൊന്നുകൂടിയുണ്ട്, ആരെങ്കിലും കബളിപ്പിക്കാൻ വേണ്ടി ഈ നമ്പറിൽ വിളിച്ചാൽ കഠിനമായ ശിക്ഷ ഈ നിയമം ശുപാർശ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിലെ റിപ്പോർട്ട് ഊതിപ്പെരിപ്പിച്ചതാണ് എന്ന് ഗവേഷകന്മാർ കണ്ടെത്തുകയുണ്ടായത്രേ. ആ പത്രത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു തങ്ങളുടെ റിപ്പോർട്ടിൽ ഇത്തിരി അതിശയോക്തിയുണ്ട് എന്ന്. പക്ഷേ ഈ കിറ്റി ജെനുവീസ് എന്ന 28-കാരി വിൻസ്റ്റൺ മോസ്ലി എന്ന ഒരു നീചനാൽ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നതിൽ ഒരു തർക്കവുമില്ല. പിന്നെയോ ആ ദൃക്സാക്ഷികളുടെ എണ്ണത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെ ചൊല്ലിയാണ് തർക്കം. കൃത്യം കണ്ടവർ അത് പൂർണ്ണമായിട്ട് കണ്ടുവോ ഭാഗികമായിട്ട് മാത്രമേ കണ്ടുള്ളൂ തുടങ്ങിയവയെക്കുറിച്ചാണ് തർക്കം. അപ്പോൾ കിറ്റി ജെനുവീസ് സംഭവം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഭവനഭേദനത്തിന് പിടിക്കുമ്പോഴാണ് പോലീസിന് വിൻസ്റ്റൺ മോസ്ലിയിൽ ഈ കൊലക്കുറ്റം ചുമത്താൻ കഴിഞ്ഞത് എന്നുകൂടി നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ സംഭവം ഇന്നും ഗവേഷകർക്കും വിവിധ കലാസാഹിത്യ മണ്ഡലത്തിലുള്ളവർക്കും രാഷ്ട്രീയക്കാർക്കും ഇടയിൽ ഇന്നും ചർച്ചയ്ക്ക് വിധേയമാകാറുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഈ പ്രസ്താവന. അപ്പോൾ ഇത് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്ന സാധോഹോ സമരീയസ്യ കഥ എന്നതുമായിട്ട് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. സാധോഹോ സമരീയസ്യ കഥ എന്നത് നമ്മുടെ PC ദേവസ്യ സാറ് ആ പേരിൽ ഒരു മനോഹരമായ അധ്യായം എഴുതിയിട്ടുണ്ട്. ഒരു വിവർത്തകന്റെ കൈയടക്കത്തോടും അതുപോലെ ഒരു കവിയുടെ ഭാവനാവിലാസത്തോടും കൂടിയാണ് അദ്ദേഹം ഈ ഒരു കഥയെ, അന്യാപദേശ കഥയെ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്ക് കാണാനാകും. സാധോഹോ സമരീയസ്യ ദൃഷ്ടാന്ത എന്നാണ് ദേവസ്യ സാറ് ഈ അധ്യായത്തിന് നൽകിയ പേര്. ഇതിന്റെ ബൈബിൾ പശ്ചാത്തലം എന്ന് പറയാം. അതിന്റെ ബൈബിൾ പശ്ചാത്തലം ലൂക്കായുടെ സുവിശേഷത്തിലാണുള്ളത് വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഈ ലൂക്കാ സുവിശേഷന് വളരെ പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ അന്നത്തെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നും അദ്ദേഹം 2 കാര്യങ്ങൾ വളരെ വിപ്ലവകാരിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ താഴ്ന്ന സ്ഥിതിയിലുള്ളവരെ, നമ്മുടെ ഇപ്പം പറയും
ദളിതർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർക്ക് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ് ലൂക്കാ സുവിശേഷകൻ. അവരുടെ ഉന്നമനം, അവരെ മറ്റുള്ളവരുടെ ഒപ്പം കൊണ്ടുവരുന്ന, അത് ഇന്ന് നോക്കിയാൽ ഒരു വിപ്ലവാത്മകമായ ഒരു കാര്യമാണ്. മാത്രമല്ല ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ നന്നായിട്ട് മനസ്സിലാക്കിയാണത് ലൂക്കാ സുവിശേഷകൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ബൈബിളാണ്. ഇന്നിപ്പം ഫെമിനിസം ഒക്കെ ഉണ്ട്, സ്ത്രീ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികളുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള സ്ത്രീകൾ തന്നെ ബൈബിളിനെ തന്നെ വിമർശാത്മകമായിട്ട് കാണുന്നുണ്ട്. സ്ത്രീകൾ പാട്രിയാർക്കൽ സിസ്റ്റത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് സ്ത്രീകൾക്ക് ആവശ്യമായ മതിയായ സ്ഥാനം കൊടുത്തിട്ടില്ലെന്നുള്ളതൊക്കെ ചിന്തകൾ വിമർശനം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഈ സമറിയാക്കാരൻ്റെ ഈ ഉപമ വാസ്തവത്തിൽ ഇതിൽ അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന സ്ഥിതിയിലുള്ളവരായിരുന്നു സമരിയാക്കാർ. സമരിയാക്കാരനാണ് അവിടെ രക്ഷിക്കുന്നത്. അപ്പോൾ അതുവഴി സമരിയാക്കാർക്കെല്ലാം ഒരു വലിയ സ്ഥാനം താഴ്ന്ന വർഗ്ഗക്കാരായ അല്ലെങ്കിൽ താഴ്ന്ന സ്ഥിതിയിലുണ്ടാകുന്നവരെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെയും ഈശോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം മുതൽ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു നിയമ വിദ്യാർത്ഥി, അല്ലെങ്കിൽ വിദ്യാർത്ഥി പോലുമല്ല, ഒരു നിയമ പട്ടുഹു എന്നാണ് പറയുന്നത്, ഒരു നിയമ വിദഗ്ധൻ ഈശോയെ ചോദ്യം ചെയ്യുകയാണ്. ഈശോ പറയുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ. ആ സംഭാഷണത്തിനിടയ്ക്ക് വരുന്ന ഒരു വാചകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, സ്വയം നീതീകരിക്കുവാൻ വേണ്ടി ചോദിക്കുന്നു അത്രേ, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന്. അവിടെ വെച്ചാണ് ഈശോ ഈ ദൃഷ്ടാന്ത കഥ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കത് മുതൽ ഒന്ന് തുടങ്ങിയാലോ വെച്ചാൽ, ഇവിടെ നിയമ വിദ്യാർത്ഥി പോലുമല്ല, നിയമ പട്ടുഹു എന്ന് പറഞ്ഞുവല്ലോ, ഈ നിയമ വിദഗ്ധൻ എന്ന് പറഞ്ഞുവല്ലോ, അതിനെക്കുറിച്ച് ഏതാണ്ട് പറയാനുണ്ട്. നമുക്കത് അതിലേക്ക്, ആ വാക്കിലേക്ക് വഴിയേ വരാം. ഇവിടെ വെച്ച് നമുക്ക് ആരംഭിക്കാം. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് അയാളുടെ ചോദ്യം, അതിനുള്ള ഈശോയുടെ മറുപടി. ഈശോ ഒരു സുന്ദരമായ ദൃഷ്ടാന്ത കഥ പറഞ്ഞു തുടങ്ങി എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. കഫ് പുനർ നികടസ്ഥോമേ എന്നാരംഭിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. കാവ്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. കഹ പുനർ നികടസ്ഥോ മേ പപ്രച്ഛ നിയമേ പടുഹു തത്ശ്രുത്വാ കഥയാമാസ ദൃഷ്ടാന്തം സുന്ദരം ഗുരുഹു. അച്ഛാ നോക്കൂ, ഇവിടെ ഒരു ചോദ്യം അയാൾ ചോദിക്കുകയാണ്. കഹ മേ നികടസ്ഥ, ആരാണ് എൻ്റെ അയൽക്കാരൻ? നികടസ്ഥ എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നികടം സമീപം, സമീപസ്ഥൻ എന്നർത്ഥത്തിൽ അയൽക്കാരനെ കുറിക്കുന്ന ഒരു പദമായിട്ടാണ് ദേവസ്യ സാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എന്നെ ആകർഷിച്ചത് ആ വാക്കല്ല, പുനഃ എന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ ആൻഡ് ഹു ഈസ് മൈ നെയ്ബർ എന്നാണ് അവിടുത്തെ സെന്റൻസ്. മലയാളത്തിലാണെങ്കിൽ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ പുനഃ എന്ന വാക്ക് ആൻഡ് എന്ന വാക്കിൻ്റെ തർജ്ജമയാണ്. അപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞുവല്ലോ, അതായത് ദേവസ്യ സാറ് ഒരു വിവർത്തകന്റെ കൈയടക്കത്തോടു കൂടിയാണ്, സൂക്ഷ്മമായി കണ്ടറിഞ്ഞാണ്, ഈ വേദപുസ്തകത്തിന്റെ മർമ്മം കണ്ടറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇത്തരം അധ്യായങ്ങളെയൊക്കെ അദ്ദേഹം എഴുതിയത്, വിവർത്തനം ചെയ്ത് എഴുതിയത് എന്ന് നമുക്ക് നൽകിയത് എന്ന്. ഇവിടെ പുനഃ എന്ന വാക്ക് ആവശ്യമാണ്. കാരണം ആൻഡ് എന്ന വാക്ക് ഇംഗ്ലീഷിലുണ്ടല്ലോ. അത് തന്നെ ഒരു അവജ്ഞയോടുകൂടി ഉള്ളൊരു സംഭാഷണമാണ്. അതായത് ആരാണാവോ എൻ്റെ അയൽക്കാരൻ, അതാണ് അതിൻ്റെ തർജ്ജമ. അപ്പോൾ മലയാളത്തിൽ ആവോ എന്ന വാക്കൊന്നുമില്ല. മലയാള ബൈബിളിൽ ഞാൻ നോക്കി ഏത് വേർഷൻ എടുത്താലും ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നേ ഉള്ളൂ, അത് മതി. പക്ഷേ ആൻഡ് എന്നതിൻ്റെ ഒരു തീവ്രത കിട്ടണമെങ്കിൽ അയാളുടെ ആ ഒരു സംസാരത്തിലുള്ള ആ ഒരു ധാർഷ്ട്യം അല്ലേ, ആ സംസാരം, കാരണം നീതീകരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. തുടക്കത്തിൽ അയാൾ ഈശോയെ ഈ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് സംഭാഷണത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സംഭാഷണത്തിൽ ഒരു ചെറിയൊരു പുച്ഛമുണ്ട്, ഒരു അവജ്ഞയുണ്ട്. ആ അവജ്ഞ പുനഃ എന്ന വാക്കിലൂടെ ദേവസ്യ സാറ് വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട്. ഇംഗ്ലീഷിലുണ്ടത് ആൻഡ് എന്ന് ആരംഭിക്കുന്നത്. ആൻഡ് എന്ന വാക്കിന് എന്നാണ് അർത്ഥമെങ്കിലും ചില സ്ഥലത്തൊക്കെ എങ്കിൽ എന്നർത്ഥമുണ്ട്. ഇവിടെ എങ്കിൽ എന്നർത്ഥം, അല്ലെങ്കിൽ ആരാണാവോ, ആ ഒരു ചോദ്യം, ആരാണാവോ എൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞാലേ അതിൻ്റെ തീവ്രത മുഴുവനായി കിട്ടും. ദേവസ്യ സാർ അത് വിട്ടുപോയിട്ടില്ല എന്ന് നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട് ഈ ഒറ്റ. സാറിന്റെ നിരീക്ഷണം വളരെ ശരിയാണ്. കാരണം ക്രിസ്തുവിനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവനെല്ലാം അറിയാന്നുള്ള രീതിയിലാണ് ഈ നിയമപ്പെടൂ അല്ലെങ്കിൽ നിയമജ്ഞൻ ചോദിക്കുന്നത്. ക്രിസ്തുവിന്റെ അറിവില്ലായ്മയെ പുറത്തു കൊണ്ടെന്ന് അപഹാസ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ സാർ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദവും നല്ലതാണ്, സുന്ദര കഥ എന്നാണ്. ഈ സുന്ദരം എന്ന് പറയുമ്പം ഒരു സാറ് സാഹിത്യ മർമ്മം അറിയാവുന്നയാളെന്ന രീതിയിൽ, സാഹിത്യ ആസ്വാദകൻ എന്ന രീതിയിൽ ഈ കഥയുടെ രസം സാറിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കേവലം
അതിൻ്റെ സാഹിത്യരസം മാത്രമല്ല ഇതിൻ്റെ ആന്തരികാർത്ഥത്തിലെ സൗന്ദര്യവും കൂടെ സാറ് മനസ്സിലാക്കേണ്ടത്. അതെ അതെ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുനഃ കൂടി ചേർത്ത് വേണം വായിക്കുവാനായിട്ട്. അത് വിട്ടുപോകാൻ പാടില്ല ആ വാക്ക്. കഹ പുനഃ മേൻ കിടസ്ഥ, ആരാണാവോ എൻ്റെ അയൽക്കാരൻ. നിയമേ പട്ടുഹു പപ്രച്ഛ, ആ നിയമ പട്ടുഹു സമർത്ഥൻ, ആ നിയമ വിദഗ്ധൻ ചോദിച്ചു. തച്ചുരുത്വ, അത് കേട്ടിട്ട് ഗുരുഹു സുന്ദരം ദൃഷ്ടാന്തം കഥയാമാസ, മനോഹരമായ ഒരു ദൃഷ്ടാന്ത കഥ പറയുകയായി. അച്ഛൻ പറഞ്ഞതുപോലെ സുന്ദരം എന്നാണ് ഇവിടെ വിശേഷണമായിട്ട് ആ ദൃഷ്ടാന്തത്തെ കുറിക്കുന്ന പദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു മനോഹരമായ ദൃഷ്ടാന്ത കഥ പറയുകയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്യ സാറ് ഈ കഥയിലേക്ക് കടക്കുന്നത്. ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കഥ ആരംഭിക്കുന്നു. അടുത്ത ശ്ലോകത്തില് ഏകദാ മാനുഷഃ കശ്ചിത്, അതും നമുക്ക് കാവ്യ ആലപിച്ചു തരും. ഏകദാ മാനുഷഃ കശ്ചിത് യേരുശ്ലേമപുരാത് സ്വയം യരീഹുനഗരം ഗന്തും പ്രതസ്ഥേ കാര്യചോദിതഃ. അപ്പോൾ ഇവിടെ ഒരു കഥ ആരംഭിക്കുകയാണ്. ഏകത എന്ന വാക്കുകൊണ്ടാണല്ലോ കഥ ആരംഭിക്കുക. സാധാരണ ഏകത ഒരിക്കൽ, കശ്ചിത് മാനുഷഃ, ഒരു മനുഷ്യൻ, കാര്യചോദിത, കാര്യവശാല് എവിടെ നിന്ന് എവിടേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നു. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോ എന്ന നഗരത്തിലേക്ക് ഗന്തും പ്രതസ്ഥേ, പോകാനൊരുങ്ങി എന്ന്. ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് കാണിക്കുകയാണ് സ്വയം എന്ന വാക്കുകൊണ്ട്. കൂടെ ആൾക്കാരൊന്നുമില്ല, ഒരു ദുർഘടമായ പാതയിലൂടെയാണ് പോകാൻ പോകുന്നത്, അത് വഴിയേ പറയും. പക്ഷെ ഒറ്റയ്ക്കാണ് അയാൾ പുറപ്പെട്ടത്. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോവിലേക്ക് സ്വയം എന്ന ഒറ്റ വാക്കുകൊണ്ട് ദേവസ്യ സാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോകാനൊരുങ്ങി എന്ന് പറയുന്ന പദ്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. തുടർന്ന് ആ പാതയെക്കുറിച്ച് പറയുന്നു. ആ പാതയുടെ ദുർഘടതയെക്കുറിച്ച് പറയുന്നതാണ് അടുത്ത ശ്ലോകം. അത് നമുക്ക് കാവ്യ ആലപിച്ചു തരും. ദുർഗമം ശ്വാപതൈർ ജുഷ്ടം എന്ന് ആരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. ദുർഗമം ശ്വാപതൈർജുഷ്ടം വനസങ്കുലസങ്കടം തസ്യു സമ്പാദിതം മാർഗം അവലംബ്യ ജഗാമസഃ. അച്ഛാ, ഇതും ഒന്ന് വിശദീകരിച്ചേക്കാം. ആ മാർഗത്തെക്കുറിച്ച് പറയുകയാണ്. സഹ ജഗാമ, അയാൾ പുറപ്പെട്ടു എന്ന മാർഗം അവലംബിയ, ഒരു വഴിയെ ആശ്രയിച്ചാണ് അയാൾ പുറപ്പെട്ടത്. ആ മാർഗത്തിന്റെ വിശേഷണങ്ങളാണ് ഏതാണ്ട് എല്ലാ പദങ്ങളും തന്നെ, ബാക്കി എല്ലാ പദങ്ങളും തന്നെ. ദുർഗമം, ദുർഘടമായ പാതയാണ്. ശ്വാപതൈഹി ജുഷ്ടം എന്ന്, ഈ ശ്വാപത പദത്തിന് അർത്ഥം ഹിംസ്ര ജന്തുക്കൾ. ഹിംസ്ര ജന്തുക്കൾ, കടുവ എന്ന് പ്രത്യേകിച്ച് അർത്ഥമുണ്ട്. പൊതുവിൽ അർത്ഥം കാട്ടുമൃഗങ്ങൾ അല്ലെങ്കിൽ ഹിംസ്ര ജന്തുക്കൾ. അപ്പോൾ ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞതും, ജുഷ്ടപദത്തിന് സേവിതം എന്നർത്ഥമാണ്. അപ്പോൾ ഹിംസ്ര ജന്തുഭിഹി സേവിതം നമ്മൾ പറയും സംസ്കൃതത്തിൽ. എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് എഴുതി കൊടുക്കുക, ഭാവാർത്ഥമൊക്കെ. അപ്പോൾ ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞതും എന്ന് പറയാം. വനസങ്കുല സങ്കടം, അപ്പോൾ സങ്കടം നമുക്കറിയാമല്ലോ, വിഷമമാണ്. ഇവിടെയും അത് വിഷമം പിടിച്ച പാതയെ കുറിക്കുന്നു എന്ന് മാത്രം. വനസങ്കുലം, സങ്കുല പദത്തിന് കൂട്ടം എന്നർത്ഥമാണ്. അപ്പോൾ വനസങ്കുലം വനരാജി, വനരാജി പദത്തിന് വൃക്ഷങ്ങളുടെ കൂട്ടം എന്നർത്ഥമാണ്. അപ്പോൾ വൃക്ഷങ്ങളുടെ കൂട്ടം, വനരാജി ഏതും എടുത്തുകൊള്ളാം. ആ വനരാജി അതാൽ വിഷമമേറിയ പാതയാണ്. അങ്ങനെയുള്ള മാർഗം. ഒരു വാക്ക് കൂടിയുണ്ട്, പ്രധാനപ്പെട്ട വാക്കാണ് പിന്നീട് വരുന്നത്, ദസ്യു സമ്പാദിതം എന്ന്. അപ്പോൾ ദസ്യുക്കൾ കൊള്ളക്കാരാണ്, കൊള്ളക്കാരുടെ ശല്യമുള്ളതാണ്, കൊള്ളക്കാരുടെ ബാധയുള്ളതാണ് ആ പ്രദേശം, ആ പാത. അത്തരം ഒരു മാർഗം അവലംബിച്ചുകൊണ്ടാണ്, അത്തരം ഒരു വഴിയിലൂടെയാണ് അയാൾ പോകാനിടയായത് എന്ന് ദേവസ്യ സാറ് നമ്മോട് പറയുന്നു. ബൈബിളിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അല്ലേ? ആ ദുർഘടമായ പാതയാണ്, വിഷമം പിടിച്ച പാതയാണ്, കണ്ടന്മാര് നിറഞ്ഞ പാതയാണ്. കണ്ടന്മാര് നിറഞ്ഞ പാത പ്രത്യേകിച്ച് പറയും. ഉണ്ട് അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയത് കൊണ്ടും ആ പാത ഒരു ദുർഘടമായതുകൊണ്ടും കൊള്ളക്കാരുടെ സാന്നിധ്യമൊക്കെ ആ പാതയിൽ എപ്പോഴും കാണപ്പെടുന്നത് കൊണ്ടും അവിടെ അരുതാത്തത് സംഭവിക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ ദേവസ്യ സാറ് എഴുതുന്നത്. അദ്ദേഹം പറയും, കിഞ്ചിത് ദൂരം ഗതേ തസ്മിൻ എന്ന് ആരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകം. അതും നമുക്ക് കാവ്യ ആലപിച്ചു തരും. കിഞ്ചിത് ദൂരം ഗതേ തസ്മിൻ നാരാത് ഘോരാരവോ ഭവത് സഹസാ സമ്പദദ്ഭിഃ സഹ ദസ്യുഭിഃ പരിവേഷ്ടിതഃ. അച്ഛാ, ഇതുകൂടി ഒന്ന് വിശദമാക്കിയേക്കാം. തസ്മിൻ കിഞ്ചിത് ദൂരം ഗതേ, അയാൾ അല്പം ദൂരം പിന്നിട്ടപ്പോഴ് എന്താ സംഭവിച്ചത്? ഘോരാരവഃ അഭവത്, ഘോരമായ ഭയങ്കരമായ ഒരു ആരവം, ശബ്ദം കേട്ടു. എവിടെ? തൊട്ടടുത്തായിട്ട്.
ആരാത്ത് എന്നൊരു വാക്ക്. ആരാത്ത് എന്ന വാക്കിന് അടുത്ത് എന്നും അർത്ഥമുണ്ട്, ദൂരെ എന്നും അർത്ഥമുണ്ട്. അങ്ങനെ വിരുദ്ധമായ അർത്ഥങ്ങളുള്ള ഒരു വിചിത്രമായ പദമായിട്ട് വേണം എന്ന് തോന്നുന്നു ആരാത്ത് എന്ന പദത്തെ നോക്കിക്കാണുവാനെന്ന്. ഇവിടെ അടുത്ത് എന്നാണ് അർത്ഥം. തൊട്ടടുത്തായിട്ട് ഒരു ഭയങ്കരമായ ആരവം, ശബ്ദം കേട്ടു, ഉണ്ടായി എന്നാണ് വാക്ക്. അഭവത് സഹസാ സഹ സമ്പതദ്ഭിഹി ദസ്യുഭിഹി പരിവേഷ്ടിതഃ. സഹ പരിവേഷ്ടിതഃ, അയാൾ വലയം ചെയ്യപ്പെട്ടു, അയാൾ ചുറ്റപ്പെട്ടു. ആരാൽ? ദസ്യുഭിഹി, കൊള്ളക്കാരാൽ. വിശേഷണമുണ്ട് അവർക്ക്, സമ്പതദ്ഭിഹി എന്ന്, മുന്നിൽ ചാടി വീണ എന്നാണ് വിശേഷണം. മുന്നിൽ ചാടി വീണ കൊള്ളക്കാരാൽ അയാൾ വലയം ചെയ്യപ്പെട്ടു. സഹസ എന്ന്, പെട്ടെന്ന്, ഓർക്കാപ്പുറത്ത്, പൊടുന്നനെ. സഹ, അയാൾ, മുന്നിൽ ചാടി വീഴുന്ന ദസ്യുക്കളാൽ, കൊള്ളക്കാരാൽ വലയം ചെയ്യപ്പെട്ടു. അതായത് കൊള്ളക്കാർ അയാളുടെ മുന്നിൽ ചാടി വീണ് അയാളെ വലയം ചെയ്തു എന്നർത്ഥം. അച്ഛാ, പാദടിപ്പണിയിൽ ഫുട് നോട്ടായിട്ട് ദേവസ്യ സാറ് ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. റിച്ചോത്തി, നമ്മൾ അന്ന് ഇവിടെ ചർച്ച ചെയ്തു. റിച്ചോത്തിയുടെ പുസ്തകം ദേവസ്യ സാറിനെ വല്ലാതെ സ്വാധീനിച്ചു കാണും എന്ന് തോന്നുന്നു. അത്തരം ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ദേവസ്യ സാറ് ഈ ഗ്രന്ഥരചനയിൽ ഏർപ്പെട്ടതെന്ന് അച്ഛൻ പറയുകയുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതാണ് ഗ്രന്ഥരചനയിൽ, ഈ കൃതിയുടെ രചനയിൽ ഏറ്റവും കൂടുതൽ സാറിനെ സഹായിച്ച ഒരു പുസ്തകം. അതെ, റിച്ചോത്തിയുടെ പുസ്തകമാണ്. അപ്പോൾ റിച്ചോത്തിയുടെ വരികൾ ദേവസ്യ സാറ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അദ്ദേഹം പാദടിപ്പണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കട്ടെ. ജെറൂസലേം മുതൽ ജെറീക്കോ വരെ ഇന്നത്തെ റോഡിലൂടെ 25 മൈൽ ദൂരം വരുമത്രേ. 5-ാം മൈൽ തൊട്ട് ജെറീക്കോ നഗരത്തിന്റെ പടി വരെ വിജനമായ പർവ്വത പ്രദേശത്തുകൂടി വേണം പോകാൻ. എല്ലാ കാലത്തും ആ പാത കൊള്ളക്കാരുടെ സങ്കേതമായിരുന്നു. ആക്രമണം കഴിഞ്ഞ് ഓടിയൊളിക്കാൻ പറ്റിയ ധാരാളം ഗുഹകളും ഇടയ്ക്കുണ്ടായിരുന്നു. അതിനാൽ അവരെ പിടികൂടുക എളുപ്പമായിരുന്നില്ല എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട്, റിച്ചോത്തി പറയുന്നുണ്ട്. ദേവസ്യ സാറ് ആ വാക്കുകളാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഇവിടെ സാന്ദർഭികമായി നമുക്ക് നൽകിയത്. ആ പാതയെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. പദ്യത്തിലൂടെയും എത്തിച്ചു, ഈ വരികളിലൂടെയും കൂടുതലായിട്ട് വ്യക്തത വരുത്തി എന്ന് വേണം കരുതുവാൻ. നമുക്ക് തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാമച്ച. അതായത് ഒരു ഘോരമായ ശബ്ദം കേട്ടു, പിന്നെ പെട്ടെന്ന് തന്നെ കൊള്ളക്കാർ അയാളുടെ മുന്നിൽ ചാടി വീണ് അയാളെ ചുറ്റി വലയം ചെയ്തു എന്ന്. അപ്പോൾ പിന്നെ അവർ എന്താണ് ചെയ്തത്? അയാളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ആ യാത്രികന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഗൃഹീതഃ സായുധൈശ്ചൗര എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകം, അതും നമുക്ക് കാവ്യ ആലപിച്ചു തരും. ഗൃഹീതഃ സായുധൈശ്ചൗര പാശൈരായസ ബാഹുഭിഃ മൃഗയൂഥ പരിക്ഷിപ്ത മൃഗസ്യ ഗതിമാപസഃ. അച്ഛാ, ഇതുകൂടി ഒന്ന് വിശദമാക്കിയേക്കാം. ഇവിടെ അയാളുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. മൃഗസ്യ ഗതിമാപ എന്ന്, ഒരു മാനിന്റെ നിലയിലായി തീർന്നുവെന്ന്. എങ്ങനെയുള്ള മാനിന്റെ? മൃഗയൂഥ പരിക്ഷിപ്ത മൃഗസ്യ ഗതിമാപ എന്ന്, ചെന്നായ്ക്കളുടെ കൂട്ടത്താൽ വളയപ്പെട്ട മാനിന്റെ നിലയിലായെന്നാണ്. ഇങ്ങനെയൊന്നും ബൈബിളിലില്ല. ഇല്ല, അത് ദേവസ്യ സാറിന്റെ സംഭാവനയാണ്. ചെന്നായ്ക്കളുടെ കൂട്ടത്താൽ വലയം ചെയ്യപ്പെട്ട മാനിന്റെ നിലയിലായി തീർന്നു അയാൾ എന്നാണ് ദേവസ്യ സാർ വർണ്ണിക്കുന്നത്. സംസ്കൃത സാഹിത്യത്തിൽ മാൻ ഒത്തിരി കടന്നു വരുന്നുണ്ടല്ലോ, തീർച്ചയായും. അപ്പോൾ ഇവിടെ എങ്ങനെയുള്ള അയാൾ എന്നതിനുള്ള ഉത്തരമാണ് ഗൃഹീത. ആ വാക്കുകൊണ്ടാണ് പദ്യം ആരംഭിക്കുന്നത്. പിടിക്കപ്പെട്ട അയാൾ എന്ന്. ആരാൽ പിടിക്കപ്പെട്ട? സായുധൈഹി ചൗരപാശൈഹി ആയസ ബാഹുഭിഹി എന്നൊക്കെ പറയുന്നുണ്ട്. ചൗരപാശൈഹി ഗൃഹീത. പാശപദത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കയറെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ പാശപദം പദ അന്ത്യത്തിൽ വരുമ്പോൾ വിചിത്രമായ 2 അർത്ഥങ്ങളുണ്ട്. മനോഹരം എന്നർത്ഥമുണ്ട്, സുന്ദരം എന്നർത്ഥമുണ്ട്. കർണപാശം എന്ന് പറയുമ്പോൾ സുന്ദരമായ കർണം, നല്ല ചന്തമുള്ള ചെവി എന്നർത്ഥമുണ്ട്. പാശപദത്തിന് മറ്റൊരർത്ഥം ദുഷ്ടാർത്ഥമുണ്ട്, നീചാർത്ഥമുണ്ട്. ഇവിടെ അർത്ഥമാണ്. ഇപ്പൊ ചൗരപാശൈ എന്ന് വെച്ചാൽ ദുഷ്ടന്മാരായ കള്ളന്മാരാലും. അപ്പോൾ പാശപദം പദ അന്ത്യത്തിൽ വരുമ്പോൾ 2 അർത്ഥമുണ്ട്. ഒരർത്ഥം സുന്ദരം എന്നർത്ഥം, മറ്റൊരർത്ഥം ദുഷ്ടാർത്ഥമാണ്. അർത്ഥമാണ് ഇവിടെ യോജിക്കുക, അല്ലാതെ മനോഹരാർത്ഥം ഇവിടെ യോജിക്കുകയില്ലല്ലോ. അപ്പോൾ ചൗരപാശൈ, ദുഷ്ടന്മാരായ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട. എങ്ങനെയുള്ള കള്ളന്മാരാൽ? അവർക്ക് 2 വിശേഷണങ്ങളുണ്ട് കേട്ടോ. സായുധൈഹി, ആയുധമേന്തിയവരാണവർ. ആയുധമേന്തിയവരും. ആയസ ബാഹുഭിഹി, ബാഹു അവരുടെ കൈയിനെ വർണ്ണിക്കുകയാണ്. ആയസം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഇരുമ്പ്. അപ്പോൾ ഇരുമ്പു കയ്യർ എന്നാണ് ദേവസ്യ സാർ വർണ്ണിക്കുന്നത്. അതൊന്നും ബൈബിളിലില്ല. ഇല്ല. അപ്പൊ ഇരുമ്പു കയ്യരുമായ, ആയുധമേന്തിയവരും ഇരുമ്പ് കയ്യരുമായ
ആ ദുഷ്ട ചോരന്മാരാൽ പിടിക്കപ്പെട്ട അയാൾ ചെന്നായ്ക്കളുടെ കൂട്ടത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു മാനിന്റെ നിലയിലായി തീർന്നുവെന്നാണ് വളരെ മനോഹരമായിട്ട് കൺമുമ്പിൽ ആ ചിത്രം കൊണ്ടുവരികയാണ് ദേവസ്യ സാറ്. മാത്രമല്ല ചെറുതായിട്ട് കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ, ബാക്കിയൊക്കെ ബൈബിളിലെ തന്നെയാണ്. അപ്പൊ കൂട്ടിച്ചേർക്കൽ വളരെ മനോഹരമാണ്. അതെ അതെ, കൂട്ടിച്ചേർക്കലുകൾ ഒരിക്കലും തന്നെ അസ്ഥാനത്തല്ല, നമുക്കത് സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ ഈ സാധോഹോ സമരീയസ്യ ദൃഷ്ടാന്ത എന്ന ഈ അന്യാപദേശ കഥ ദേവസ്യ സാറ് വർണ്ണിച്ചു വരികയാണ്. ഇനിയും ശ്ലോകങ്ങളുണ്ട്, ഇതിൽ നമുക്ക് വിവരിക്കുവാനുമുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതേ അധ്യായം തന്നെ നമുക്ക് തുടരാം. അതുവരേക്കും ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.